2 മാസത്തെ ഫീസ് അടയ്ക്കാത്തോണ്ട് ഇവളെ ബസ്സിൽ കയറ്റി. അല്ല മോളെ, ഇനിയല്ലേ പറഞ്ഞ 2-3 ദിവസം കൊണ്ട് തരാന്ന്, എന്നിട്ട് ഒരു ബസ് കയറ്റാണ്ട് പോയിനാ? ടീച്ചറെ, ഞാൻ വിദ്രേൻ്റെ അമ്മയാണേ. ഞാനിന്ന് സ്കൂളിലേക്ക് ബസ് കയറ്റാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയപ്പോൾ എൻ്റെ മോളെ മാത്രം ബസ്സിലേക്ക് കയറ്റിയില്ല. ഞാൻ ടീച്ചറോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഇത്രാം തീയതിക്കുള്ളിൽ അടയ്ക്കാം എന്ന്. പക്ഷെ എനിക്ക് അടയ്ക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. ഇതുവരെ ഞാൻ അടയ്ക്കാതിരുന്നിട്ടില്ലല്ലോ, എല്ലാം കൃത്യമായിട്ട് ഞാൻ അടച്ചിട്ടില്ലേ. പക്ഷേ ഒരു ചെറിയൊരു പ്രയാസം കൊണ്ടല്ലേ ലേശം ഒന്നും വൈകിപ്പോയത്. എന്തായാലും ഇത് ശരിയായില്ല. ഞാൻ ടീച്ചറോട് പറഞ്ഞതല്ലേ 10-ാം തീയതിക്കുള്ളിൽ അടയ്ക്കാമെന്ന്. പക്ഷെ സാധിച്ചില്ല. എൻ്റെ ഭർത്താവിന് വിദേശത്തൊരു ജോലി നഷ്ടമായി തിരിച്ചു വരികയാണ്. അതുകൊണ്ടാണ്. എന്നാൽ ഉടനെ ഞാൻ അടയ്ക്കുമായിരുന്നു. ഞാൻ ഒരുപാട് മാസത്തെ ഒന്നും പെൻഡിങ് ഇല്ലല്ലോ ടീച്ചറെ, 2 മാസത്തെ അല്ലേ ഉള്ളൂ. ഇതുവരെ ഞാൻ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെന്താ ഇങ്ങനെ? ഞാനും ഒരു ടീച്ചറാണ്. ഞാൻ ഒരു കുട്ടീനോട് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഞാനും ഇതുപോലെ എല്ലാ കോഴ്സും കഴിഞ്ഞ് വന്ന ഒരു അധ്യാപികയാണ്. ടീച്ചർക്ക് എന്നെ വിളിച്ചു പറയായിരുന്നു. വടകര പൂവത്തൻ കീഴിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് LKG വിദ്യാർത്ഥിയുടെ പഠനം വിലക്കിയതിന് പിന്നാലെ അമ്മ ഗ്ലാസ് ഗ്രൂപ്പിൽ അയച്ച ഓഡിയോ സന്ദേശം രസം VLM ചാനലിന് ലഭിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അമ്മയുടെ ഓഡിയോ സന്ദേശം. ഫീസ് അടക്കാൻ വൈകിയതിൻ്റെ കാരണം വിളിച്ചു പറഞ്ഞതല്ലേ എന്ന് അമ്മ ടീച്ചറോട് ചോദിക്കുന്നു.